ക്ലൈമാക്സിലേക്ക് പോകുക. അടുത്തത് ആരെയാണ് നിങ്ങൾക്ക് വേണ്ടത്? ആരെയാ വേണ്ടത്? ചേട്ടനെ വേണോ അനിയനെ വേണോ? മതിയാ? അതെയോ? ശരിക്കും പറ, ആരാ വേണ്ടേ? ഇന്നത്തെ താരം കേരളം കിടുങ്ങിയ റിസൾട്ട് അല്ലേ? ബിജെപിനെയും CPM-നെയും വരഞ്ഞ് ശരി CJP-നെ വരഞ്ഞ് മുറുക്കി കെട്ടിയ കേരളത്തിന്റെ ചുണക്കുട്ടൻ പാലക്കാടിന്റെ പ്രിയപ്പെട്ട താരമായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏറ്റവും പ്രിയപ്പെട്ടവര്, സത്യത്തിൽ ഇനിയൊന്നും ബാക്കിയില്ല, എല്ലാം ശ്രീകണ്ഠേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. അത് ഇനി ഒന്നും പറയാനില്ല, ഇനി ഒന്നും പറയാൻ ബാക്കിയില്ല, അയാൾ മുഴുവൻ പറഞ്ഞു. പിന്നെ ഞാൻ ക്ഷമിച്ച് മറ്റേ പത്രസമ്മേളനത്തിൽ ആ സത്യമൊക്കെ വിളിച്ചു പറഞ്ഞ കാരണം BJP ഇലക്ഷന് മുമ്പ് ഒരു സർവേ നടത്തി, വായിച്ചായിരുന്നു. BJP ഇലക്ഷന് മുമ്പ് നടത്തിയ സർവേയില് BJP ഒന്നാമത്, LDF രണ്ടാമത്, നമ്മൾ മൂന്നാമത്. ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കാൻ നേരം BJP പ്രസിഡന്റ് സർവേ നടത്തി. ആ സർവേയില് BJP ഒന്നാമത്, LDF രണ്ടാമത്, നമ്മൾ മൂന്നാമത്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് സർവേ നടത്തിയപ്പോഴും ഇത് തന്നെ. CPM ഒരു സർവേ നടത്തി. CPM നടത്തിയ സർവേയില് CPM ഒന്നാമത്, BJP രണ്ടാമത്, നമ്മൾ മൂന്നാമത്. ജനം നടത്തിയ സർവേയിൽ നമ്മൾ ഒന്നാമതാണ് എന്ന് ഈ പാലക്കാട് വിളിച്ചു പറയുക. ഈ ജയം ആരുടേതാ? ഈ ജയം ഇവിടുത്തെ ഹിന്ദുവിൻ്റെതാണ്, ഇവിടുത്തെ ഇസ്ലാമിൻ്റെതാണ്, ഇവിടുത്തെ ക്രൈസ്തവന്റേതാണ്, ഇവിടുത്തെ മതമില്ലാത്തവന്റേതാണ്. ഈ നാട്ടിലെ മുഴുവൻ മതേതരവാദികളുടെയും വിജയമാണ് പാലക്കാട്ടെ വിജയം. അല്ലേ? ശരിയല്ലേ? നമ്മൾ ആർക്കെതിരെയാണ് മത്സരിച്ചത്? നമ്മൾ വിചാരിച്ചു പാലക്കാടല്ലേ മത്സരിക്കാൻ വരുമ്പോ BJP-ക്കെതിരെ മത്സരിക്കുന്നത്. പക്ഷേ മത്സരിച്ച് തുടങ്ങിയപ്പോ BJP ആണെങ്കിലും മത്സരം മുന്നോട്ട് പോയപ്പോ അത് CJP ആയി മാറുന്ന സാഹചര്യം. എന്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതന് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. അദ്ദേഹത്തോട് എനിക്ക് മുന്നോട്ട് വയ്ക്കാനായിട്ടുള്ളൊരു അഭ്യർത്ഥന, അയാളെ വേദനിപ്പിക്കരുത്. എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾ സഹായിക്കുന്ന ഒരുത്തന. അല്ല, ഞാൻ വേദനിപ്പിക്കാനല്ല, ശൂലത്തിൽ യാത്ര ചെയ്യണവന് ഞാൻ വേദനിപ്പിക്കാനും പരിഹസിക്കാനും ഒന്നുമല്ല. 2025 ആണ്ടിൽ ഇവിടെ നടക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിൽ കൂടി അങ്ങ് ചീഫ് ക്യാമ്പയിനറായിട്ട് ഇവിടെ വന്നാൽ ഞങ്ങളുടെ അത്രയും ജോലി കുറഞ്ഞു കിട്ടും. അല്ലേ? അത്രയും ജോലി കുറഞ്ഞു കിട്ടും. അപ്പൊ ഒരു കാര്യം മാത്രം, ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പാലക്കാട്ടെ വിജയം ഇതല്ല. പാലക്കാട്ടെ വിജയം 2025 ആണ്ട് നവംബർ മാസം 1-ാം തീയതി ഈ പാലക്കാട്ട് മുനിസിപ്പാലിറ്റിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ചെയർമാൻ ഉണ്ടാകുമ്പോഴാണ് പാലക്കാട്ട് നമ്മൾ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിനുള്ള പ്രവർത്തനം ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. വർഗീയതക്കെതിരായിട്ട് പോരാട്ടം നടത്തുമെന്ന് നമ്മൾ പറയുന്നത് പോസ്റ്ററിലല്ല. വർഗീയതക്കെതിരായിട്ട് പോരാട്ടം നടത്തുമെന്ന് നമ്മൾ പറഞ്ഞാൽ അത് നടത്തുകയും ചെയ്യും, അത് ജയിക്കുകയും ചെയ്യുമെന്ന് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ മുഴുവൻ ആളുകളോടും കൃത്യമായി സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ കത്തുമായി വന്നവർക്ക് സ്നേഹം, പെട്ടിയുമായി വന്നവർക്ക് സ്നേഹം, ഇവിടുന്ന് ഒരാളെ സ്ഥാനാർത്ഥിയായി കൊണ്ടുപോയവരോട് വല്ലാത്ത സ്നേഹം, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായിട്ട് വന്നവരോട് സ്നേഹം, വെണ്ണക്കരയിൽ നമ്മളെ തടഞ്ഞവരോട് സ്നേഹം,
ഇരട്ട വോട്ട് തീർത്തവരോട് സ്നേഹം. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഇത്തരത്തിലുള്ള എല്ലാ സഹായവും തൊട്ട് വർഗീയത ഉപേക്ഷിച്ച് ശ്രീ സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വന്നപ്പോ പിറ്റേ ദിവസം 2 പത്രത്തിൽ കൊടുത്ത ആ പരസ്യത്തിന്റെ ഉപജ്ഞാതാവായ മന്ത്രി രാജേഷിന് പ്രത്യേകമായ സ്നേഹം കൂടി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മന്ത്രി രാജേഷിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ പാലക്കാട് 2 എംപിമാരുണ്ടല്ലേ ശ്രീകണ്ഠേട്ടൻ, 2 MLA-മാരുണ്ട്. ശ്രീ രാജേഷിനോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോൾ കാണിച്ച വൃത്തികേടുകൾക്ക് അടുത്ത തവണ തൃത്താല പിടിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ കണക്ക് വീട്ടുക എന്ന് വളരെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ സന്ദീപ് വാര്യർ അയാള് പോയാൽ അയാൾ ഒരു പ്രാദേശിക നേതാവല്ലേ പോകുന്നതെന്ന് പറഞ്ഞ ഇപ്പോൾ ബഹിരാകാശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സംഘപരിവാറിന്റെ നേതാക്കന്മാർക്കും നമോഭാഗം. ഒരു കാര്യം കൂടെ, ഒരു സസ്പെൻസ് പൊട്ടിക്കട്ടെ, ഒരു ബ്രേക്കിംഗ് ന്യൂസ് പറയട്ടെ. സന്ദീപ് അവസാനത്തെ പേരല്ല. ഇനിയും ഒരുപാട് പേര് അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകുമെന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടറി തള്ളുന്നത് പോലെ തള്ളിയതല്ല. CPM-ന്റെ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, DCC പ്രസിഡന്റ് പാവപ്പെട്ട തങ്കപ്പനെ കാണാൻ പോലും ഇല്ല. എന്റെ പുന്നാര ചങ്ങാതി, ഞങ്ങളുടെ DCC പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ ഔന്നത്യമുള്ള പദവിയാ. 24 മണിക്കൂർ നിങ്ങളെ പോലെ പത്രസമ്മേളനം നടത്തി വിവരക്കേട് പറയുക എന്ന് പറയുന്ന പണിയല്ല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയാനിരിക്കുന്ന ആളാണോ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്? ഇത് ഇച്ചിരി കൂടെ ക്ലാസ് ആയ ഒരു പദവിയാണ്. ഇവിടെ നമ്മള് ജയിച്ചത്, പാലക്കാട് ജയിച്ചത് ഒറ്റക്കെട്ടായി ഒരുമയ്യായുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. തങ്ങളെ ആക്ഷേപിച്ച് അവസാന പൊതുയോഗം നടത്തിയ ശ്രീ പിണറായി വിജയനോടുള്ള പ്രത്യേകമായ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ മുനിസിപ്പാലിറ്റിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ ഉണ്ടാകാതെ ഈ പോരാട്ടം നമ്മൾ അവസാനിപ്പിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാലക്കാട്ടെ ജനമേൽപ്പിച്ച ഈ വലിയ ഉത്തരവാദിത്വം, MLA എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. പക്ഷെ പാലക്കാട്ടെ MLA ആവുക എന്ന് പറയുന്നത് ഒരു പടി കൂടി കടന്ന ഭാഗ്യവും ഉത്തരവാദിത്വവുമാണ്. ആ ഉത്തരവാദിത്വം എന്നെ പോലൊരു തുടക്കക്കാരനാണ്. ഒരുപാട് പിഴവുകൾ പറ്റും, ഒരുപാട് തെറ്റുകൾ പറ്റും. പക്ഷെ പാലക്കാടുകാര് വളരെ എക്സ്പീരിയൻസ്ഡാണ്. തിരുത്തേണ്ട സമയത്ത് തിരുത്തി, ചെവിക്ക് പിടിക്കേണ്ട സമയത്ത് ചെവിക്ക് പിടിച്ച്, ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിച്ച് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പാലക്കാടിനോട് നിറഞ്ഞ സ്നേഹം മരണം വരെ പാലക്കാടുകാരനായി ഈ നാട്ടിലുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പാടണം. ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി രാഷ്ട്രീയം ചർച്ച ചെയ്ത്, ജനവിരുദ്ധ നയങ്ങൾ ചർച്ച ചെയ്ത്, പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ചില ചാനലുകാരൊക്കെ പറഞ്ഞു, ഇപ്പൊ ഞാൻ ചോദിച്ചു, ആന്റി ഇൻകംബൻസി എലമെന്റ് ഒന്നും നിങ്ങൾ കൂട്ടുന്നില്ലേ? കാരണം നോട്ടയുടെ തൊട്ടടുത്തായിരുന്നു നമ്മുടെ സ്ഥാനം ചില ചാനലുകളിലൊക്കെ. അപ്പൊ അവര് പറഞ്ഞു, ആന്റി ഇൻകംബൻസി വോട്ടുകളെ അവിടുത്തെ MLA-യുടെയും MP-യുടെയും ആന്റി ഇൻകംബൻസി കൊണ്ട് ബാലൻസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്നേരെ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ MP-ക്കും MLA-ക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കിങ് പിങ് റോൾ ഉണ്ട്. ഒരു തർക്കവും വേണ്ട. ഏതൊരു വീട്ടിലേക്കും കടന്നു ചെല്ലുമ്പോ എന്റെ മേൽവിലാസം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിന്റെ ആള്, ശ്രീകണ്ഠന്റെ ആള് എന്ന് പറയുമ്പോ അത് ഈ നാട്ടിലെ ആളുകൾ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു മേൽവിലാസമാണ്. തുടർന്നുള്ള നാളുകളിൽ ശ്രീ VK ശ്രീകണ്ഠന്റെയും ശ്രീ ഷാഫി പറമ്പിലിന്റെയും ഒക്കെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പാലക്കാടിന്റെ ജനഹൃദയങ്ങളിൽ ഒരു സ്ഥാനം ഉറപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിറഞ്ഞ സ്നേഹത്തിന് തിരിച്ചൊരു മനുഷ്യായുസ് മുഴുവനുള്ള നിറഞ്ഞ സ്നേഹം. പാട്ട് പാടണം.